കേരളത്തിലാർക്കും അത്രയും പെട്ടെന്ന് ഉത്തരം ലഭിക്കാത്ത ഒരു ചോദ്യത്തിന് മറുപടിയുമായി വന്നത് ലിബർട്ടി ബഷീർ ആയിരുന്നു. പിണറായിയുടെ നാട്ടിലെ തിയേറ്റർ മുതലാളി ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നതിലേക്ക് നാട് കാതോർത്തു. പിണറായി മമ്മൂട്ടി ഫാനാണെന്നാണ് ബഷീറിന്റെ കണ്ടെത്തൽ. ഇതും കടന്ന് മമ്മൂട്ടിക്ക് ഭരണത്തിലാകെ സ്വാധീനമുണ്ടെന്നും ബഷീർ പറഞ്ഞു കളഞ്ഞു. ഈ വാക്കുകൾക്ക് മറുപടിയുമായി സാക്ഷാൽ പിണറായി തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ബഷീറിന്റെ പിണറായിയുടെ നാടായ തലശ്ശേരി തന്നെയാണ് മറുപടിക്ക് വേദിയായത്. താൻ ഒരു മഹാനടന്റെ ഫാനാണെന്ന് തലശ്ശേരിക്കാരനും സിനിമയുമായി ബന്ധമുള്ള ഒരാൾ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞാണ് പിണറായി മറുപടി ആരംഭിച്ചത്. തന്റെ സർക്കാരിലും മമ്മൂട്ടിക്ക് സ്വാധീനമുണ്ടെന്നാണ് ആ തലശ്ശേരിക്കാരന്റെ ആരോപണമെന്നും പിണറായി പറഞ്ഞു. തലശ്ശേരിക്കാരനായിട്ടും അയാൾക്ക് ഇതേവരെ തന്നെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് ബഷീറിന്റെ വാക്കുകൾക്കുള്ള പിണറായിയുടെ ആദ്യ മറുപടി. അങ്ങനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളാണ് താനെങ്കിൽ തലശ്ശേരിക്കാരനായ ബഷീറിനും തന്നെ സ്വാധീനിക്കാൻ കഴിയണ്ടേ എന്നും പിണറായി ചോദിക്കുന്നു. സിനിമാ മേഖലയിലെ പ്രശ്നത്തിൽ തന്റേതായ നിർദ്ദേശം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. അതുമൂലം ബഷീറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് മമ്മൂട്ടിയുടെ തോളത്തിടേണ്ടെന്നും പിണറായി ഓർമ്മിപ്പിക്കുന്നു. അത്തരത്തിലുള്ള ചിത്രീകരണത്തിന് പുറപ്പെടേണ്ടെന്നും പിണറായി മുന്നറിയിപ്പ് നൽകുന്നു. മമ്മൂട്ടി ഫാനാണോ താനെന്ന് പറയാതിരിക്കാൻ പിണറായി കാട്ടിയ ജാഗ്രതയും ശ്രദ്ധേയമാണ്. എങ്കിലും തനിക്ക് മമ്മൂട്ടി ഏറെ പ്രിയപ്പെട്ടവനാണെന്ന് ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മമ്മൂട്ടിയുടെ ലിബർട്ടി ബഷീറിന്റെ പേര് ഉപയോഗിച്ചില്ലെങ്കിലും കേട്ടിരുന്നവർക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടുവെന്ന് കയ്യടിയിൽ നിന്ന് വ്യക്തം. സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ സൂക്ഷ്മത വേണം. സിനിമയ്ക്കെതിരെ അനാവശ്യ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെന്നും അദ്ദേഹം ചോദിച്ചു. കുറ്റവാളികളെ സാങ്കല്പികമായി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് പിന്നാലെ കേരള പോലീസ് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പരാമർശങ്ങളെ അതിജീവിക്കാൻ പോലീസിന് കഴിയട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതി പൾസർ സുനി അറസ്റ്റിലായ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയന്റെ പരാമർശം. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.